ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് ഉള്ളിൽ ഒരു പുരുഷനോട് ആകർഷണം തോന്നുമ്പോൾ മാത്രം അവൾ കാണിക്കുന്ന ചില ശരീരഭാഷകളുണ്ട്. നോക്കാം, ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനോട് ആകർഷണം തോന്നുമ്പോൾ അവൾ കാണിക്കുന്ന ശരീരഭാഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ക്യൂട്ട്നെസ് കാണിക്കും എന്നതാണ്. അതായത് എങ്ങനെയെങ്കിലും ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ അതൊന്ന് പിടിച്ചു പറ്റണം. അതിനു വേണ്ടിയിട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്യൂട്ട്നെസ് ഒക്കെ അങ്ങോട്ട് കാണിക്കാൻ വേണ്ടി തുടങ്ങും. നമ്മൾ പറയാറില്ലേ, ആ ഒരു പെൺകുട്ടി ക്യൂട്ട്നെസ് വാരി എറിയുകയാണല്ലോ എന്ന്. അത് തന്നെ, ഇങ്ങനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആകർഷണം തോന്നിയ ഒരു പുരുഷന്റെ മുൻപിൽ ഈ ഒരു പെൺകുട്ടി മാക്സിമം ക്യൂട്ട്നെസ് കാണിച്ചുകൊണ്ടേ ഇരിക്കും. അത് അവളുടെ ചിരിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിൽ മാറ്റി കുറച്ചുകൂടി ആ ഒരു ഫേസ് ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ മാക്സിമം ട്രൈ ചെയ്യും. അതേപോലെ തന്നെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ ഭയങ്കര ഒരു കൊഞ്ചലായിരിക്കും. അതേ കൊഞ്ചല് അവളുടെ നടത്തത്തിൽ, അതായത് നടന്നൊക്കെ പോകുമ്പോഴും ഈ ഒരു കൊഞ്ചലോട് കൂടിയായിരിക്കും അവൾ പോകുന്നത്. അതേപോലെ തന്നെ കുട്ടികൾ പറയുന്നത് പോലത്തെ ഭാഷകളൊക്കെ യൂസ് ചെയ്യുക, അങ്ങനെ ഫുള്ളൊരു കൊഞ്ചലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓവറായിട്ട് ഈ ഒരു പെൺകുട്ടി ക്യൂട്ട്നെസ് കാണിക്കും. ഇത്തരത്തിൽ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ് കാണിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് എന്തോ ഒരു ആകർഷണമുണ്ട് എന്ന് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു പെൺകുട്ടിക്കും ഒരു പുരുഷനോട് ഒരു ആകർഷണമൊക്കെ തോന്നിക്കഴിയുമ്പോൾ അവൾ കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശരീരഭാഷ എന്ന് പറയുന്നത്, നിങ്ങളും ആ ഒരു പെൺകുട്ടിയായിട്ട് സപ്പോസ് സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു വസ്തുവിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലോടിക്കൊണ്ടേയിരിക്കും. സപ്പോസ് ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു പെന്നോ, അതായത് പേനയോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ഭയങ്കരമായിട്ട് ഒരു കൈ കൊണ്ട് അതിനെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അതിനിങ്ങനെ തലോടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേപോലെ തന്നെ ഇപ്പോൾ മുടിയൊക്കെ, അതായത് ഹെയറൊക്കെ നല്ല രീതിയിൽ ഇറക്കത്തിലുള്ള പെൺകുട്ടിയാണെങ്കിൽ അതിപ്പോൾ പിന്നെയൊക്കെ ഫ്രണ്ടിലേക്ക് ഇട്ടേക്കുകയാണെങ്കിൽ ആ മുടിയിൽ ഇങ്ങനെ തലോടും, അല്ലെങ്കിൽ ആ മുടിയെടുത്ത് ബാക്കിലേക്ക് ഇടും, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് എടുത്തിടും, തലമുടിയൊക്കെ കയറ്റി വയ്ക്കും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നില്ലെങ്കിൽ അവളുടെ തലമുടിയിലോ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന വസ്തുവിനെയോ എന്തെങ്കിലും ഇങ്ങനെ തലോടിക്കൊണ്ടേ ഇരിക്കും. നിങ്ങളിപ്പോൾ ഒരു മരത്തിൻ്റെയൊക്കെ ചുവട്ടിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ ഈ ഒരു പെൺകുട്ടി തലോടുന്നത് ആ ഒരു മരത്തിനെ ആയിരിക്കും. അതേപോലെ കയ്യിൽ എന്ത് കിട്ടുന്നു ആ ഒരു വസ്തുവിനെ നന്നായിട്ട് തലോടിക്കൊണ്ട് നിങ്ങളോട് ആ ഒരു പെൺകുട്ടി സംസാരിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് എന്തോ ഒരു ആകർഷണമുണ്ട് എന്ന് തന്നെയാണ്. ഇതാണ് സെക്കൻഡായിട്ട് വരുന്നൊരു സൈന്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങളും ആ ഒരു പെൺകുട്ടിയും കൂടി സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പെൺകുട്ടി വളരെ ശ്രദ്ധിച്ച് നിന്നിട്ട് കേൾക്കും. അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന ഓരോ തമാശകൾ, അതിപ്പോൾ വളരെ ചെറുതാണെങ്കിൽ പോലും അതിനെയൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ഫേസിലേക്ക് നോക്കി ഓരോ വാക്കുകളും ആ ഒരു പെൺകുട്ടി ഭയങ്കര ശ്രദ്ധിച്ച് നിന്ന് കേൾക്കും. ഇത്തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പറയുന്ന തമാശകളൊക്കെ ഈ ഒരു പെൺകുട്ടി നല്ല രീതിയിൽ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഒരു ആകർഷണം ഉള്ളിൽ തോന്നിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇത് നമ്മളെപ്പോഴും പറയുന്ന ഒരു സൈൻ തന്നെയാണ്. കാരണം ഇത് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്ന ഒരു കാര്യം കൂടിയാണ്, വേറെ ഒന്നുമല്ല. ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ആകർഷണം തോന്നുമ്പോൾ ഈ ഒരു പെൺകുട്ടി പോലും അറിയാതെ എപ്പോഴും ഇവള് നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫേസ് മാറ്റും. പക്ഷേ ഇങ്ങനെ ഫേസ് മാറ്റുന്നതിൻ്റെ ആ ഒരു ടൈമിൽ അവളുടെ ഫേസിൽ ഒരു കുഞ്ഞി പുഞ്ചിരി കൂടി ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ രണ്ടുപേരോട് കൂടി സംസാരിക്കുകയാണ്, ഓപ്പോസിറ്റ് നിന്ന് രണ്ടുപേരോട് കൂടി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവളുടെ ഫേസിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ കുറേ നേരമൊക്കെ ഈ ഒരു പെൺകുട്ടി നിങ്ങളുടെ ഫേസിലേക്ക് നോക്കി നിൽക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാതെ തലയൊക്കെ ഒന്ന് താഴ്ത്തിപ്പോകും. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങളെ നോക്കും.
ഇതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടൊരു നാണമൊക്കെ തോന്നും, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടി നിങ്ങളെ നോക്കും. നിങ്ങൾ അവളെ നോക്കുമ്പോഴത്തേക്കും പയ്യെ അവിടെ നിന്നൊന്നും അറിയാത്ത പോലെ ഫേസൊക്കെ ഒന്ന് മാറ്റും. എന്നിട്ട് നിങ്ങളുടെ നോട്ടം മാറുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു പെൺകുട്ടി നിങ്ങളെ തന്നെ നോക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളെ തന്നെ നോക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിക്ക് എന്തോ ഒരു ആകർഷണം ഉള്ളിൽ നിങ്ങളോട് തോന്നിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ 1 or 2 സൈൻ നോക്കിയിട്ട് മാത്രം ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈനാണ്. ഇപ്പോൾ ഒരു 4 സൈൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ 4 സൈനും ഇതേപോലെയൊക്കെ നടക്കുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങളിത് കൺഫേം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പിന്നെ ഈ ആകർഷണം എന്ന് പറയുന്നത് പ്രണയമല്ല, ജസ്റ്റ് 1 or 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇവിടുന്ന് ഈ ഒരു ആകർഷണം പ്രണയമായി മാറാൻ ഉള്ള ചാൻസും കൂടുതലാണ്. നിങ്ങൾ അവളോട് പെരുമാറുന്ന രീതി അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.